ഹലോ. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോവുകയാണേ, ചേച്ചിയുടെ മക്കളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി നമ്മളെ KSRTC സ്റ്റാൻഡിൽ വന്നു. പ്രിയദർശിനി പറഞ്ഞ ബസ്സിലോട്ട് നമുക്ക് അടുക്കാൻ വയ്യ. നാട്ടിലെ സ്ത്രീകൾ മൊത്തവും ആ ബസ്സിനകത്താണ്. ഞങ്ങൾ ഫാസ്റ്റ് പാസഞ്ചറിനകത്താണ് പോയത്. ആ ചേട്ടൻ്റെ ഡ്രൈവർ ചേട്ടനാണ് അടിപൊളി ഡ്രൈവിങ്ങും നല്ല സേഫ്റ്റി ഉള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ 3 ആൾ എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് ഉറങ്ങി. വേറൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായില്ല കേട്ടോ. പിന്നെ വന്നത് തന്നെ നമ്മൾ ഈ വയനാട് ചുരമല്ലേ, ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കും പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ ബ്ലോക്കും താണ്ടി ഞങ്ങൾ ലാസ്റ്റ് എത്തിപ്പെടുന്നത് ചുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചേച്ചിക്ക് അങ്ങോട്ടാണ് ട്രാൻസ്ഫർ ആയത്. അടിപൊളി സ്ഥലമാണ്. പൊതുവേ വയനാട് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണല്ലോ, ഞാൻ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ചേച്ചി കൊടകിൽ നിന്നാണ് ട്രാൻസ്ഫർ ആയത്. അപ്പോൾ ചേച്ചി ഞങ്ങളെ കട്ട വെയിറ്റിംഗ് ആണ്. മക്കളെ കണ്ട ഭയങ്കര സന്തോഷം. ഒരാഴ്ചയായിട്ട് മക്കൾ ഞങ്ങളെ വീട്ടിലായിരുന്നു. അപ്പം ഈ കോട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു കോട്ടേഴ്സാണ്. ഒരു ചെറിയ റൂം, അടുക്കള, ഒരു സിറ്റ് ഔട്ട്, ഒരു ഡൈനിങ് ഹാൾ, അങ്ങനെ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് കോട്ടേഴ്സ്. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിക്ക് മക്കളെ കണ്ട സന്തോഷവും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് കേട്ടോ. അപ്പം ഈ മക്കളെ കണ്ട സന്തോഷത്തിൽ അവരെ കെട്ടിപ്പിടുത്തവും ഉമ്മ വയ്ക്കലും അങ്ങനെ പലതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്.